ഗുഡ് മോർണിംഗ് ഓൾ. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് ഫജറുന്നീസ മാം ആണ്. മാം ഫാമിലി കൗൺസിലർ ആണ്, ട്രെയിനർ ആണ്. മാമിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. Thank you. Thank you, ma'am. Hello. Good morning, all. Good morning. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. മഴക്കെടുതികളൊന്നും ആരെയും ബാധിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ വീണ്ടും ഞാൻ നിങ്ങളോടൊപ്പം ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണ്. അപ്പോ ഇന്ന് നമ്മുടെ എപ്പിസോഡ് മോർണിംഗ് സർക്കിളിന്റെ എപ്പിസോഡ് എത്രാമത്തതാണ്? 451ാമത്തെ എപ്പിസോഡാണല്ലേ? ഇതൊരു വലിയൊരു ജേണിയാണല്ലേ? മോർണിംഗ് സർക്കിള് ഇവിടെ വരെ എത്തിച്ചേർന്ന് നിൽക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഹാറ്റ്സ് ഓഫ് സഞ്ജന മാം, ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. സഞ്ജന മാമിന് മാത്രമല്ല, ഈ മോർണിംഗ് സർക്കിളിന്റെ പിറകില് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും, വിംബിളിനായാലും ഫൈസൽ സാറിനായാലും അതുപോലെ സജന മാമിനൊക്കെ ആയാലും നമ്മൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ എന്നും നമ്മൾ വിംബിളിനോടൊക്കെ കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് വന്നാല്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മോടൊപ്പം 24/7 നമ്മുടെ കൂടെയുള്ള, പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മൾ പിടികിട്ടാ പുള്ളി എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. എന്താണെന്നറിയോ? അത് നമ്മുടെ തന്നെ മനസ്സാണ്. അപ്പോ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെയൊന്നും അല്ല പ്രവർത്തിക്കുക, അല്ലെ? പല നേരം പല രീതിയിലാണ് പ്രവർത്തിക്കുക. നമ്മുടെ മനസ്സിനെ നമുക്ക് പോലും പിടികിട്ടൂല ചില സന്ദർഭങ്ങളിൽ. അപ്പോ ചില സമയങ്ങളിൽ ഈ മനസ്സ് നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. അത് മറ്റു ചിലപ്പോ നമ്മളെ തന്നെ കബളിപ്പിക്കുകയും ചെയ്യും. അപ്പോ അത്തരത്തില് നമ്മെ പറ്റിക്കുന്ന, നമ്മുടെ തലച്ചോറും നമ്മുടെ മനസ്സും ഒക്കെ ചേർന്ന് നമ്മെ പറ്റിക്കുന്ന ചില വിചിത്ര കളികളെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാൻ ഈ പറയുന്ന രസകരമായ മാനസിക അവസ്ഥകളും പ്രതിഭാസങ്ങളും ഒക്കെ നമ്മളിൽ തന്നെ പലരും ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങള് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ല പരിചയം, അതല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ചിലപ്പോൾ ഒരു പാർക്കിലായിരിക്കാം, ചിലപ്പോൾ ബീച്ചിലായിരിക്കാം. അങ്ങനെ നമ്മൾ പുതുതായിട്ട് പോകുന്ന ഒരു സ്ഥലം, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ചില ആളുകളുടെ മുഖം, ഇതാരോ ആണ്, ഇത് ആരെയോ പോലെ തോന്നുന്നു, പക്ഷെ ആരാണ് എന്ന് നമുക്ക് വ്യക്തമാവുന്നില്ല. അങ്ങനെ ചില സന്ദർഭങ്ങള് നമുക്കുണ്ടായിട്ടുണ്ടാകും. അതുപോലെ നമ്മൾ ഉറങ്ങാനായിട്ട് ഇങ്ങനെ പോയി ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞെട്ടി ഉണരും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പോ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ചിലപ്പോ നമ്മൾ പറയും അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയല്ലേ. പക്ഷേ
അന്ധവിശ്വാസങ്ങൾക്കും മിഥ്യാധാരണകൾക്കും ഒക്കെ അപ്പുറം ഇതിന്റെ പുറകിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന രസകരമായ ചില പ്രവർത്തനങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ദേജാവു എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ദേജാവു? പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ദശാവു എന്ന് പറയുന്നുണ്ട്, ദേജാവു എന്ന് പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. അപ്പൊ അത് പറയാം. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെ കുറിച്ചൊക്കെ ഭയങ്കര ചർച്ചകളൊക്കെ എപ്പോഴും നടക്കാറുണ്ട്. അതിന്റെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വേറൊന്നും കൂടിയുണ്ട്, ജമൈവു എന്ന്. ഇതിന്റെയും പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയില്ല, നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്താണ്, ഷമൈവു എന്നും പറയുന്നുണ്ട്, ജമൈവു എന്നും പറയുന്നുണ്ട്. അപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ദേജാവുലേക്ക് വരാം. അപ്പോ ദേജാവു അല്ലെങ്കിൽ ദേശാവു എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേർഡാണ്. അപ്പോ ഓൾറെഡി സീൻ എന്നാണ് ഇതിന്റെ മീനിങ്. അതായത് ഇതിനകം കണ്ടു കഴിഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ ചില സിനിമകളിലൊക്കെ ഈ മുൻജന്മ സ്മരണ അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ടാവും അല്ലെ? അതായത് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങള് മുമ്പ് എപ്പോഴോ നടന്നതായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ചില സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഈ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോ നിൽക്കുന്ന ഒരു സ്ഥലം, ഇത് മുമ്പ് എപ്പോഴോ ഞാൻ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു, അതല്ലെങ്കിൽ ഞാനിത് എപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ന ശക്തമായ ഒരു തോന്നൽ നമുക്കുണ്ടാകുകയാണ്. പുതിയ ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു സംഭാഷണം എന്നിവ മുൻപ് അനുഭവിച്ചിട്ടുള്ളത് പോലെ തോന്നുന്ന ഒരു മാനസികാവസ്ഥ, ഇതാണ് ദേശാവു എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി നിൽക്കുക. ആ സുഹൃത്തിന്റെ വീട്ടിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് അവരുടെ ഒരു സോഫയിൽ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ ഇരുന്ന് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോ നിങ്ങൾക്ക് തോന്നാണ് ഞാനിവിടെ മുമ്പ് വന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഓർമ്മയിൽ ഞാൻ ഇവിടെ വന്നതായിട്ടില്ല, എനിക്ക് ആദ്യമായിട്ട് ആണ് ഇവിടെ വരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും എന്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ ഇത് അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ ഇതുപോലൊരു സോഫയിൽ എപ്പോഴോ ഇരുന്നിട്ടുണ്ട്, ഇതിന്റെ മുന്നിൽ ഈ ഒരു പിക്ചർ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ എത്ര ആലോചിച്ചിട്ടോ അത് പിടികിട്ടുന്നതും ഇല്ല. ഇങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത് നമ്മളുടെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകാറുള്ളത്. അതായത് നമ്മുടെ കണ്ണുകള് കാണുന്ന കാഴ്ചകൾ ബ്രെയിനിന്റെ രണ്ട് ഭാഗത്തുള്ള രണ്ട് അവയവങ്ങൾ അല്ലെങ്കിൽ രണ്ട് പേരാണ് ഇതിനെ ക്യാപ്ചർ ചെയ്യുന്നത്, അതായത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ആരൊക്കെയാണെന്നറിയോ? നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് പേരുകളാണ്, ഹിപ്പോ ക്യാമ്പസും ടെമ്പോറൽ ലോബ് എന്ന് പറയുന്നത്. ഹിപ്പോ ക്യാമ്പസ് നിങ്ങൾക്കറിയാലോ, ഓർമ്മകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്, രൂപപ്പെടുത്തിയെടുക്കുന്നതൊക്കെ ഈ ഹിപ്പോ ക്യാമ്പസ് ആണ്. അതുപോലെ തന്നെ ടെമ്പോറൽ ലോബാണ് നമ്മൾക്കുണ്ടാകുന്ന അനുഭവങ്ങളും ഈ ഓർമ്മകളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. അപ്പോ ഇത് രണ്ടും ചേർന്നിട്ടാണ് നമ്മളൊരു സംഗതി കാണുന്നതും അത് ആ ഇവന്റുമായിട്ട് ചേർത്ത് വെക്കുന്നതും. പക്ഷേ അപൂർവം ചില സന്ദർഭങ്ങളില് ഈ ഓർമ്മകളും അനുഭവങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ചെറിയ ഒരു ഡിലേ വരാറുണ്ട്. അതായത് ഭയങ്കരമായ ക്ഷീണം, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ, പല രീതിയിൽ നമ്മൾക്ക് ടെൻഷനൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുമ്പോ ഈ ഏതെങ്കിലും ഒരു വശം ഒരു മില്ലി സെക്കൻഡ് വൈകി മാത്രമാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു പ്രോസസ്സിങ് ഡിലേ ആണ്. അത് എപ്പോഴും ഒന്നും ഉണ്ടാകണം എന്നില്ല, വളരെ ചെറിയ സെക്കൻഡുകൾ മാത്രം ഉണ്ടാകുന്നതാണ്. അപ്പോ ഇതിങ്ങനെ നമ്മളില്ലേ ഇടിയും മിന്നലും കണ്ടിട്ടില്ലേ? ഇടിയും മിന്നലും ശരിക്കും അവിടെ നിന്ന് ഒരുമിച്ചാണ് പുറപ്പെടുന്നത്. ആ ഒരു ഡിലേ ഉണ്ടല്ലോ, അതുപോലെ
ഇവിടെ ഈ പ്രോസസ്സിങ്ങിൽ ഒരു ഡിലേ വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ബ്രെയിൻ ഒരു കൺഫ്യൂഷൻ വരും, ഇത് എപ്പോ സംഭവിച്ചതാണ് എന്നുള്ളത്. അപ്പൊ ഈ ബ്രെയിൻ എന്ത് ചെയ്യും, ഈ കാഴ്ചയെ നമ്മുടെ പഴയ ഓർമ്മകളിലൊക്കെ വയ്ക്കുന്ന ആ അറയിലേക്ക് അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. ഇപ്പൊ ഇവിടെ ഒരു ചെറിയൊരു മിസ്മാച്ചിങ് നടക്കും. അതായത് പുതിയ അനുഭവവും പഴയ ഓർമ്മകളും ആണെന്ന് ഇതിനൊന്ന് തോന്നും ബ്രെയിനിന്. അപ്പോ ഈ ബ്രെയിൻ എന്ത് ചെയ്യും, എന്തോ ഒരു കണ്ടതും അനുഭവിച്ചതും തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഇത് മുമ്പ് നടന്നതായി നമ്മളെ അറിയിക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ചെറിയ ഒരു ഡിലേ ആണിത്, ഒരു മില്ലി സെക്കൻഡ് ഒക്കെയാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. പക്ഷേ ഇത് ഓർമ്മകളുടെ അറയിലേക്ക് പോകുമ്പോൾ ബ്രെയിൻ തന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും, ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന്. ഇതാണ് ഈ ദേജാവുവില് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഡെജാവുവില് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഡെജാവു ഉണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതവും ആശയക്കുഴപ്പവും കൗതുകവും ഒക്കെ ഉണ്ടാകും. പക്ഷേ പേടിക്കാനൊന്നുമില്ല, ഇത് ഒരു സാധാരണ സംഭവമാണ്. ചിലർക്കൊക്കെ ഉണ്ടാകാറുണ്ട്, ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ഇത് വളരെ ശക്തമായ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഹാലൂസിനേഷൻസും ഒക്കെ ആയിട്ട് ഉണ്ടാകും. അങ്ങനെ വരുമ്പോ സംഗതി പ്രശ്നമാകും. അതായത് സൈക്കോളജി ഇതിനെ പെർസെപ്ഷൻ അബ്നോർമാലിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന്റെ കൂടെ മറ്റു ചില ലക്ഷണങ്ങളും കൂടെയൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ ഓർമ്മക്കുറവോ അതല്ലെങ്കിൽ ഉറക്കം കുറവ്, അതായത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടാകും. അപ്പോ ഇങ്ങനെ ഹാലൂസിനേഷനും ഉണ്ടായി ചിലർക്ക് ദിവസവും ഇതുണ്ടാകാം, അതല്ലെങ്കിൽ ആഴ്ചതോറും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ അവസ്ഥ സൈക്കോളജിക്കൽ കണ്ടീഷനായിട്ട് അത് മാറുകയും ചെയ്യും. ഇനി ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദേജാവുവിന്റെ കൃത്യം ഓപ്പോസിറ്റ് ആണ് ജമൈവു എന്ന് അല്ലെങ്കിൽ ഷമൈവു എന്ന് പറയുന്നത്. അപ്പൊ അന്ന് നമ്മൾ അത് പറഞ്ഞത് എന്തായിരുന്നു, ഓൾറെഡി സീൻ എന്നാണല്ലേ പറഞ്ഞത്. ഇത് പറഞ്ഞത് നെവർ സീൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ഫ്രഞ്ച് വേർഡാണ് കേട്ടോ. അപ്പൊ എപ്പോഴും കാണുന്ന ഒരു വ്യക്തി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം എപ്പോഴും നമ്മൾ കാണുന്നതാണ്. അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭാഷണം, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെയോ കാണുന്നത് പോലെയോ തോന്നുന്ന അവസ്ഥയാണ് ജമൈവു എന്ന് പറയുന്നത്. അതായത് തികച്ചും അപരിചിതമായിട്ടായിരിക്കും തോന്നുന്നത്, പക്ഷെ നിത്യവും നമ്മൾ കാണുന്നതായിരിക്കും. അപ്പൊ സാധാരണയായി പരിചിതമായ ഒരു കാര്യം കാണുമ്പോൾ നമ്മുടെ ടെമ്പോറൽ ലോബാണ് ഇത് പരിചയമുള്ളതാണ് എന്നുള്ള സിഗ്നൽ നമുക്ക് തരുന്നത്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ ബ്രെയിനിന് തന്നെ ഒരു ന്യൂറൽ ഫാറ്റീഗ് ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ സിഗ്നല് പ്രവർത്തനം ചില സമയത്ത് സ്റ്റക്കായി പോകാറുണ്ട്. ഇങ്ങനെ സ്റ്റക്കായി പോകുമ്പോഴാണ് ബ്രെയിൻ ഇതിനെ എന്ത് ചെയ്യുന്നത്, ഒരു പുതിയ അനുഭവമായിട്ട് രേഖപ്പെടുത്തുകയും നമ്മൾക്കത് മനസ്സിലാക്കി തരികയും ചെയ്യുന്നത്. ഇത് കണ്ടിട്ടേ ഇല്ല എന്ന് തോന്നും. ഇത് പലപ്പോഴും ഡിമെൻഷ്യ രോഗികളുണ്ടല്ലോ, ഈ ഡിമെൻഷ്യ രോഗികൾ അതിനു മുമ്പേ അവരുടെ ചെറുപ്പകാലങ്ങളിൽ ഇത് അനുഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. പണ്ട് എൻ്റെ ചെറുതിലെ നമ്മളുടെ വീടിനടുത്തൊരു നല്ല പ്രായമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പൊ അദ്ദേഹം അതിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ചെന്ന് കയറി അങ്ങ് വീടിന്റെ അടുത്തേക്ക്, അന്ന് സിറ്റ് ഔട്ട് ഒന്നുമില്ല, ചെറിയ ഒരു സ്റ്റെപ്പ് പോലെ ഒരു സാധനം എങ്ങനെയാണ്, അവിടെ വന്നങ്ങനെ ഇരിക്കും. അത് സന്ധ്യയ്ക്കായിരിക്കാം, ചിലപ്പം വൈകിട്ടായിരിക്കാം, ചിലപ്പോ അങ്ങനെ വന്നിരിക്കും. കുറേ സമയം ഇരുന്നിട്ടും ആരും പുറത്തേക്ക്, അപ്പൊ ഈ വീട്ടുകാർക്ക് അറിയാം ഇദ്ദേഹം മറന്നിട്ടാണ് വന്ന് വരുന്നത്. കുറേ സമയം ഇരുന്നിട്ട് ആരെയും ഒന്നും കത്തിയല്ല, ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞൊക്കെ ഇങ്ങനെ നോക്കാം. അപ്പൊ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല എന്ന് കാണുമ്പോൾ പതുക്കെ എഴുന്നേറ്റിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു കൺഫ്യൂഷനാ. എന്നിട്ട് പിന്നെ പതുക്കെ ഇറങ്ങി പുറത്തേക്ക് ഇങ്ങനെ പോകും. ചിലപ്പോൾ അവരുടെ വീട്ടിലുള്ളവർ വന്ന് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടു പോകും. അദ്ദേഹത്തിന്റെ വീട് കണ്ടാൽ പോലും അദ്ദേഹത്തിന് അത് എൻ്റെ വീടാണ് എന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥ. ഇതാണ് ജമൈവു എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതിന് അപൂർവം ചില സന്ദർഭങ്ങളിൽ ഡിമെൻഷ്യയിലേക്ക് വരാനുള്ള ഒരു ഇതാകും. ഇതും ഒരു പെർസെപ്ഷൻ അബ്നോർമാലിറ്റി തന്നെയാണ്. ഇനി ഇതുപോലെ മറ്റൊന്നും ഹിപ്നോഗോജിക് ആൻഡ് ഹിപ്നോപോംബിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉറക്കവുമായി ബന്ധപ്പെട്ട ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ആ ഉറക്കത്തിന്റെ ആ ഒരു പടിവാതിലിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വീഴാൻ പോകുന്നത് പോലെ തോന്നിയിട്ട് ഞെട്ടി ഉണരുന്ന ഒരവസ്ഥ. അത് നമ്മൾ ശരിക്കും എന്താണ് ഹിപ്നോ ജെർക്ക് എന്നാണ് ഈ ഇങ്ങനെ ആ ഞെട്ടുന്നതിന് പറയുന്നത്. ഹിപ്നിക് ജെർക്ക്. അപ്പോൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ സാധാരണയായി നമ്മളുടെ കംപ്ലീറ്റ് ഹാർട്ട് ബീറ്റ് ഒക്കെ കുറഞ്ഞ് മസിൽസ് ഒക്കെ ഇങ്ങനെ ലൂസ് ആകും. അത് ചില സന്ദർഭങ്ങളിൽ പെട്ടെന്നായിരിക്കും ഈ മസിൽസ് ഒക്കെ ഇങ്ങനെ റിലാക്സ് ആവുന്നത്. അപ്പൊ ഈ മസിൽസ് പെട്ടെന്ന് ഇങ്ങനെ ലൂസ് ആകുമ്പോൾ ബ്രെയിനിന് തോന്നുന്നത് നമ്മൾ ഏതോ ഒരു ഭാഗത്ത് നിന്ന് വീഴാൻ പോകുന്നത് പോലെയാണ്. അപ്പോ ബ്രെയിന് തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്യുമെന്നറിയാവോ, ഈ മസിൽസിലേക്ക് ഒരു സിഗ്നൽ അയക്കും. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ വീഴാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന ആ ഒരു ഇതൊക്കെ മില്ലി സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ മസിൽസിലേക്ക് ശക്തമായ ഒരു സിഗ്നൽ വരുമ്പോ പെട്ടെന്ന് അതൊരു ജെർക്കായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുകയും ഈ ഒരു ഞെട്ടൽ ഉണ്ടാവുകയും ചെയ്യും. അതിന് നമ്മൾ ഉറക്കത്തിൽ നിന്നങ്ങനെ ഉണരും, ജസ്റ്റ് ഒന്ന് ഉണരും. വീഴാൻ പോകുന്ന പോലെ നമുക്ക് ശരിക്കും വീഴാൻ പോകുന്നത് പോലെ ഫീൽ ചെയ്തിട്ട് പിന്നീട് വീണ്ടും നമ്മളങ്ങ് ആ ഉറക്കത്തിലേക്ക് വീഴുകയും ചെയ്യും. ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഉറക്കം വന്നിങ്ങനെ ആ ഇതിലേക്ക് ഇങ്ങനെ കടക്കുന്ന സമയത്ത് ആരോ വിളിക്കുന്നത് പോലെ തോന്നും. ചിലപ്പോൾ നമ്മുടെ പേര് തന്നെ വിളിക്കുന്നത് പോലെയാണ് തോന്നുക. ഇതിന് ഹിപ്നോഗോജിക് ഹാലൂസിനേഷൻ എന്ന് പറയാറുണ്ട്. അപ്പോ ഇത് ഒട്ടുമിക്ക ആളുകളിലും ഇങ്ങനെ ഉണ്ടാകും. ഇത് ശരിക്കും ബ്രെയിനിന്റെ ഒരു തമാശയായിട്ട് നമുക്കിതിനെ കാണാം. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ചില ഭാഗങ്ങൾ ഉറങ്ങുകയും എന്നാൽ ഈ ശബ്ദത്തെ പ്രോസസ് ചെയ്യുന്ന ബ്രെയിനിലെ ഓർഡിനറി കോർട്ടെക്സ് ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ട് ഉറക്കത്തിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു നിമിഷം ഒരു അർദ്ധബോധാവസ്ഥ നമുക്കുണ്ടാകും. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത്. അപ്പൊ ബോധാവസ്ഥയിൽ നിന്ന് നമ്മുടെ ബ്രെയിൻ മാറുന്ന സമയത്തുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു സെൻസറി ഗ്ലിച്ച് എന്നൊക്കെ പറയാം. ഇതിനെയാണ് ഹിപ്നോഗോജിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഞാനെന്ന് പറഞ്ഞല്ലോ ഹിപ്നോപോംബിക് ഇഫക്റ്റ് എന്ന്. ഇത് ഉറങ്ങാൻ പോകുമ്പോഴാണ് ഹിപ്നോഗോജിക് ഇഫക്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ആ ഒരു സന്ദർഭമുണ്ട്. ഇത് രണ്ടും ആ ലാസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇവര് ഇരട്ട സഹോദരങ്ങൾ എന്ന് പറയാം, ഈ ഹിപ്നോഗോജിക്കും ഹിപ്നോപോംബിക്കും. ഈ സമയത്തും ഇതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് പൂർണ്ണമായ ഉണർവിലേക്ക് വരുമ്പോ നമുക്ക് ചില വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാകും. ചിലപ്പോ ചില കാഴ്ചകൾ, ചിലപ്പോ ചില ശബ്ദങ്ങൾ. അപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ, അതായത് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഇങ്ങനെ വരുമ്പോ ആരോ വിളിക്കുന്നത് പോലെ തോന്നുക. അതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ ഇങ്ങനെ നമ്മൾ ശരിക്കും കണ്ണ് തുറന്നു, ചുറ്റുപാടും ഇങ്ങനെ കാണാം, പക്ഷെ എന്തൊക്കെയോ രൂപങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് പോലെ ഒരു ഫീലിംഗ് തോന്നും. ഇതും ഒരു വളരെ ചെറിയ, ഏറ്റവും കൂടിയാൽ 1 മിനിറ്റ് എന്നാണ് പറയുന്നത്, ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്നതാണ്. പിന്നെ ചില സമയത്ത് നമ്മൾ ഉണർന്നിട്ടും ഈ കൈയും കാലും ഒന്നും അനക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു തരം എന്താണ് ഒരു നംബ്നെസ്സോ ഒരു പാരാലിസിസ് ഫോമോ അങ്ങനെ ഉണ്ടാകും. ഒരു നിമിഷം കഴിഞ്ഞു കഴിയുമ്പോൾ ഇതങ്ങ് മാറും. ഇങ്ങനെ ഉണ്ടാകുന്ന, അതായത് ഇതിന് പറയുക ഒരു മരവിപ്പ് ഉണ്ടാകുന്നത്, സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയും. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉറങ്ങുന്ന ആ ഒരു സ്റ്റേറ്റില് ബ്രെയിൻ നമ്മളുടെ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ടൊരു പാരാലിസിസ് മോഡിലേക്കാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ സ്വപ്നമൊക്കെ കാണുമ്പോൾ കൈയും കാലും ഒക്കെ എടുത്ത് അടിക്കാറൊക്കെ ഉണ്ടല്ലോ അല്ലെ, അടുത്ത് കിടക്കുന്നവരോട് ചോദിക്കുമ്പോഴാണ് അത് അറിയുന്നത്. സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിൽ കാണുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കും അല്ലെ. പക്ഷേ ഈ ഓടുന്നതായിട്ടും ചാടുന്നതായിട്ടും ഒക്കെ സ്വപ്നം കാണുമല്ലോ. അപ്പൊ ശരിക്കും നമ്മൾ മിക്കവാറും അങ്ങനെ ചെയ്യാറില്ല.
ഈ സോനാംബുലിസം ഒന്നും ഇതിന്റെ കൂട്ടത്തിൽ പെടുത്തരുത്. അപ്പോ ചാടുക, ഓടുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായി സ്വപ്നം കണ്ടാലും നമ്മൾ അതങ്ങനെ ഈ മസിൽ അറ്റോണിയ അതല്ലെങ്കിൽ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മുടെ ബ്രെയിൻ നമ്മുടെ മസിൽസിനെ ഒന്ന് രൂപപ്പെടുത്തി വെക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ആ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ ആ ഉണർന്നു കഴിഞ്ഞ ഉടനെ ഈ ഒരു പാരാലിസിസ് നമുക്ക് അനുഭവപ്പെടും. ഇതും ഈ പറയുന്നത് എന്താണെന്നറിയോ, ശരിക്കും നമ്മളുടെ ബോഡിയും ബ്രെയിനും തമ്മിലുണ്ടാകുന്ന ചെറിയ ഒരു കൺഫ്യൂഷന്റെ ഇതിലാണ്. അതായത് ബ്രെയിൻ ഉണർന്നു, പക്ഷേ ബോഡി ഉണർന്ന് അത് ആ ഫോമിലേക്ക് എത്തിയിട്ടില്ല. ബോധ മനസ്സ് ഉണരുകയും നമ്മുടെ മസിൽ സിസ്റ്റം ഉണർന്നു വരാൻ കുറച്ച് വൈകുകയും ചെയ്തു. അപ്പോ ഇങ്ങനെ ഈ വിചിത്ര രൂപങ്ങളെ കാണുന്നതും അതല്ലെങ്കിൽ ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ തോന്നുന്നതും ഒക്കെ നമ്മുടെ മനസ്സിന്റെ കളികൾ മാത്രമാണ്. നമ്മുടെ ശരീരവും മനസ്സും ഒരുമിച്ച് ഉണരാതെ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പൊ ബ്രെയിനും ബോഡിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇത് വളരെ കുറച്ച് മില്ലി സെക്കൻഡുകൾ കൊണ്ട് അവസാനിക്കുകയും ചെയ്യും. അപ്പോ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ബോഡി സ്വയം റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും പഴയതിലേക്ക് വരികയും ചെയ്യും. ഇതാണ് ഹിപ്നോ പോംബിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഹിപ്നോഗോജിക് എന്ന് പറയുന്നത് ഉറക്കത്തിലേക്ക് പോകുമ്പോഴുള്ളതാണെങ്കിൽ ഹിപ്നോ പോംബിക് എന്ന് പറയുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്ന ആ സ്റ്റേറ്റിലും സംഭവിക്കുന്നതാണ്. ഇത് രണ്ടും ചില സമയങ്ങളിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ ആയിട്ട് മാറാൻ സാധ്യതയുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇനി ഞാൻ 2-3 കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും നമ്മളുടെ മനസ്സ് നമ്മൾ പോലും അറിയാതെ നമ്മളെ ചില കാര്യങ്ങൾ ചുറ്റുപാടുകളിലോ ഒക്കെ സ്വാധീനിക്കപ്പെടും. നമ്മളെ കൊണ്ട് അങ്ങനെ മനസ്സ് പ്രേരിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യമാണ് ഇനി പറയുന്നത്. മിയർ എക്സ്പോഷർ ഇഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പിടികിട്ടൂല. ഫെമിലിയാരിറ്റി പ്രിൻസിപ്പിൾ എന്നും കൂടെ ഇതിനൊരു പേരുണ്ട്. അത് അത് ഈ നമ്മുടെ മനസ്സിന്റെ അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, അത് പരിചിതമായ കാര്യങ്ങളെ നല്ല ഒരു എന്താണ് സേഫ് സോണിലും എന്നാൽ അപരിചിതമായ കാര്യങ്ങളെ കാണുന്നത് ഒരു ചെറിയൊരു പേടിയോടെയുമാണ്. അതായത് വീണ്ടും വീണ്ടും കാണുന്ന കാര്യങ്ങൾ മനസ്സിൽ സുരക്ഷിതമാണ് എന്നുള്ള ഒരു ബോധം തരും. അതേസമയം അത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സാധനത്തെയോ നമ്മൾ കൂടുതൽ തവണ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അതിനോടൊരു ഇഷ്ടം തോന്നുന്ന ഒരവസ്ഥ. ഇതാണ് മിയർ എക്സ്പോഷർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, മിക്കവാറും നമ്മുടെ അഡ്വർടൈസ്മെന്റിൽ. അപ്പോ ഈ അഡ്വർടൈസ്മെന്റിൽ എന്താണ്, അവരുടെ സാധനങ്ങൾ നമ്മെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം. അപ്പൊ ഇത് കാണുന്ന ഇടങ്ങളിലൊക്കെ ഇവരിത് ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. അതായത് ഓരോ വ്യക്തിയെയും ഇത് കൂടുതൽ തവണ കാണുക. അപ്പൊ നമ്മൾ ടി വിയിലൊക്കെ ഒരു പ്രാവശ്യമല്ലല്ലോ പരസ്യം കാണുന്നത്, ഒരു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് തന്നെ പല തവണ ഈ പരസ്യം ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അതുപോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെയൊക്കെ ഈ പരസ്യമായിരിക്കും. ഇത് നമ്മളറിയാതെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഇതുകൊണ്ടുണ്ടാകുന്ന ഫലം എന്താണ്, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോ മറ്റോ പോകുമ്പോൾ നമ്മളെ ഇത് വശീകരിച്ച് വെച്ചേക്കുന്ന കാര്യം നമുക്ക് തന്നെ അറിയില്ല. പക്ഷെ നമ്മൾക്കിത് ഫെമിലിയർ ആണ്, ഈ സാധനം ഫെമിലിയർ ആണ്. അപ്പോ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ കുറേ ബ്രാൻഡുകൾ ഇരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൈ പോവുക നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഈ ഒരു ഇതിലേക്കായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് പരസ്യക്കാര് നമ്മളെ ഈ പരസ്യം വീണ്ടും വീണ്ടും കാണിക്കുന്നത്. നമ്മൾ ആ സാധനം വാങ്ങിക്കുക എന്ന ഉദ്ദേശത്തിലാണ് അത് അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പരസ്യത്തിന്റെ കെണിയിൽ വീണു പോകുന്നത് ഈ ഫെമിലിയാരിറ്റി പ്രിൻസിപ്പിൾ നമ്മളിൽ അത് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോ
എപ്പോഴും കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടെ കൂടെ കാണുന്നത് സുരക്ഷിതമാണ് എന്ന ഒരു ബോധം നമ്മുടെ ഉപബോധ മനസ്സിൽ ഉണ്ട്. അതിങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പരിചയം പ്രണയമായി മാറുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. നമ്മൾ സാധാരണ ചില പാട്ടുകളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അത് ഒരിഷ്ടവും തോന്നൂല. അതിന്റെ മ്യൂസിക്കിൻ്റെത് കൊണ്ടോ അതല്ലെങ്കിൽ അത് ആ വേർഡ്സിൻ്റെത് കൊണ്ടോ ഒക്കെ ഇഷ്ടപ്പെടൂല. പക്ഷേ ഈ പാട്ട് നിരന്തരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴോ നമ്മൾ പോലും അറിയാതെ ആ പാട്ടിനോടൊരു ഇഷ്ടം തോന്നും. ചിലപ്പോൾ നമ്മൾ അത് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. അപ്പൊ ചിലപ്പോൾ നമ്മൾ തന്നെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിചാരിക്കും ഈ പാട്ട് എനിക്ക് ആദ്യമൊന്നും ഇത്ര ഇഷ്ടേ ആയിരുന്നില്ല, പിന്നെ ഇതെങ്ങനെ ഞാൻ ആ ലൈൻസ് ഒക്കെ കാണാതെ പഠിച്ചെന്ന് നമ്മൾക്ക് തോന്നും. അതായത് നിരന്തരം കേട്ട് വരുമ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്ക് ഇതൊരു ഇഷ്ടമായിട്ട് ഫീൽ ചെയ്യും. ഇത് ആളുകളോടും നമുക്ക് തോന്നും. ചില ആൾക്കാരോടൊക്കെ ആദ്യം കാണുമ്പോൾ ഒരിഷ്ടമൊന്നും തോന്നൂല അല്ലെ. പക്ഷെ പിന്നീട് അവരുമായിട്ട് ഇങ്ങനെ അടുത്ത് സംസാരിച്ച് അവരുമായി ഇടപഴകും തോറും ആ ഇഷ്ടക്കേട് ഭയങ്കര ഇഷ്ടവും അടുപ്പവും ഒക്കെ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇനി ഈ പരസ്യക്കെണിയിലൊക്കെ വീഴുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതാണ് എക്സ്പോഷർ ഇഫക്റ്റ് എന്ന് ഓർക്കുമല്ലോ അല്ലെ. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്ന ഒന്നാണ് ഈ എക്സ്പോഷർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. 1968 റോബർട്ട് സജോങ് എന്ന ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഈ പ്രതിഭാസത്തെ കുറിച്ച് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ പൊതുവേ ഒരിത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. അതായത് നമ്മുടെ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് പുതുതായിട്ട് ഒരു സാധനമോ ഒരു വ്യക്തിയെയോ ഒക്കെ കാണുമ്പോൾ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ ബ്രെയിനിന് കുറച്ച് അധ്വാനിക്കേണ്ടി വരും. പക്ഷേ ഒരു പ്രാവശ്യം കണ്ടത് വീണ്ടും കാണുകയാണെങ്കിലോ ഇത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ വലിയ സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ എഫേർട്ട് കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണുന്ന കാര്യമാകുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു ഇഷ്ടമായിട്ട് വരുന്നത്. അതായത് ഒരു കൊഗ്നിറ്റീവ് ഫ്ലൂവൻസി വരും. എപ്പോഴും കണ്ട ഒരു കാര്യമാകും. ഇത് നമ്മൾ ഇഷ്ടമായിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ പരസ്യക്കാരും ചില റിലേഷൻഷിപ്പിലും രാഷ്ട്രീയക്കാരായാലും സംഗീതത്തിലായാലും ബ്രാൻഡിങ്ങിന്റെ കാര്യത്തിലും ഒക്കെ ഈ എക്സ്പോഷർ ഇഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ സ്വാധീനം ചെയ്യപ്പെട്ട് പോകുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എക്സ്പോഷർ ഇഫക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഇനി മറ്റൊന്നാണ് ബാദർ മെയിൻഹോഫ് ഫിനോമിനൻ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ ഇത് ഒരു വല്ലാത്തൊരു പേരാണ്. ബാദർ മെയിൻഹോഫ് ഫിനോമിനൻ അഥവാ ഫ്രീക്വൻസി ഇല്യൂഷൻ എന്നും പറയും. നമ്മള് പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തെ കുറിച്ച് ചിന്തിക്കുകയോ ഒക്കെ ചെയ്താല് പിന്നീട് ചുറ്റും കാണുന്നതൊക്കെ നമ്മൾക്ക് അതായിട്ട് തോന്നും. നമ്മൾ എന്താണോ ചിന്തിച്ചത് ആ സാധനമായിരിക്കും ചുറ്റും കാണുന്നത്. ഇങ്ങനൊരു അവസ്ഥ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ പിറകിലെ ഈ ബാദർ ഹോഫ്മാൻ എന്നുള്ളതിന്റെ മെയിൻഹോഫ് എന്ന് പറയുന്ന ആ പേരിന് സയന്റിഫിക് ആയിട്ടോ സൈക്കോളജിക്കലായിട്ടോ യാതൊരു ചേർച്ചയില്ല, ഒരു യോജിപ്പും ഇല്ല. അതിനെന്റെ പിറകിലൊരു കഥയുണ്ട്. അതായത് ജർമ്മനിയിലെ ഒരു തീവ്രവാദ ഗ്രൂപ്പായിരുന്നു ഈ ബാദർ മെയിൻഹോഫ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സാധാരണ മനുഷ്യൻ ഒരിക്കൽ ഈ ബാദർ മെയിൻഹോഫിനെ കുറിച്ച് അറിയാനിടയായി. എങ്ങനെയോ ഒരിടത്ത് വായിക്കുകയോ എന്തോ ചെയ്തു. പക്ഷെ അതിനുശേഷം ഇദ്ദേഹം കാണുന്നതും കേൾക്കുന്നതും മുഴുവനും ഇവരെ കുറിച്ചാണ്, ബാദർ ഹോഫ്മാനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നതൊക്കെ. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, അന്നത്തെ പത്രത്തില് എഴുതി ഇതിനെക്കുറിച്ച്. അപ്പോൾ അത് വലിയൊരു ചർച്ചയായി. അതിനെക്കുറിച്ച് റിസർച്ചൊക്കെ ചെയ്തു. അങ്ങനെ അവസാനം ഇത് ബാദർ മെയിൻഹോഫ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഫിനോമിന എന്ന പേരിൽ ഇത് അറിയപ്പെട്ടു തുടങ്ങി. ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് 1994 ഇതിങ്ങനെ സംഭവിക്കുന്നത്.
അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അർണോൾഡ് സ്വിക്കി എന്ന ഒരു ലിംഗ്വിസ്റ്റിക് പ്രൊഫസറാണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയും അതിന് മറ്റൊരു പേര് നൽകുകയും ചെയ്തു. അതാണ് ഫ്രീക്വൻസി ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകും. അതായത് നിങ്ങളൊരു കാറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ആ കാർ വാങ്ങാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കും. നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ ചർച്ച ചെയ്തു, ഇന്ന ഇത് ഒരു മോഡല് വാങ്ങാം, അതിന്റെ കളർ റെഡ് കളറിലുള്ള ഈ മോഡല് കാർ വാങ്ങാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. വീട്ടിൽ അങ്ങനെ ചർച്ചയൊക്കെ ചെയ്തു. അതിനുശേഷം നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന മുഴുവൻ കാറുകളും ഏതായിരിക്കും? ഇതേ കമ്പനിയുടെ ആ റെഡ് കളറിലെ കാറായിരിക്കും കാണുക. എങ്ങനെയാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? ആ കാറുകളുടെ എണ്ണം പെട്ടെന്ന് കൂടിയതാണോ? അല്ലല്ലോ. അപ്പൊ ഈ കാറുകള് അവിടെ മുന്നേ തന്നെ ഉള്ളതാണ് അല്ലേ? പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതാണ്. അപ്പോ ഇപ്പോ അതിന് പ്രയോറിറ്റി വന്നു, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചു. അപ്പോ നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് ഈ കാര്യത്തിനെ തന്നെ എടുത്തിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ ഏതൊരു കാര്യത്തിനാണോ പ്രയോറിറ്റി നൽകുന്നത്, ഇത് നമ്മുടെ ബ്രെയിനിലെ ഫിൽറ്റർ ചെയ്ത് വിടുന്ന ഒരു അവയവമുണ്ട്. അത് ഇതിനെ മാത്രം സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോ നമ്മൾ ദിവസവും നമ്മളുടെ സെൻസ് ഓർഗൻസിലൂടെ ഒരുപാട് ഇൻഫർമേഷൻസ് ബ്രെയിനിലേക്ക് ഇങ്ങനെ തള്ളിക്കയറ്റി വിടുന്നുണ്ട്. ഇതൊന്നും നമ്മൾക്ക് പലതും ആവശ്യമുള്ളതായിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യുമെന്നറിയോ? ഇതുകൊണ്ട് ഒരു കൊഗ്നിറ്റീവ് ഓവർലോഡൊക്കെ ഉണ്ടാകും. അപ്പോ നമ്മളുടെ ബ്രെയിനിൽ തന്നെ ഒരു സിസ്റ്റം ഉണ്ട്. അത് ഒരു ഒരു സെക്യൂരിറ്റി ഗേറ്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കും. അത് നിങ്ങൾക്കറിയാമായിരിക്കും. അത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അതായത് RAS. അത് നമ്മൾ പഠിക്കാനൊക്കെ ഉണ്ട്, സ്കൂളിലും പഠിക്കാനുണ്ട്, കോളേജിൽ ഇത് സൈക്കോളജിയില്, കൊഗ്നിറ്റീവ് സൈക്കോളജിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. ഈ സിസ്റ്റം ഞാൻ പറഞ്ഞല്ലോ ഒരു ഗേറ്റ് പോലെ പ്രവർത്തിക്കുമ്പോൾ ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെ മാത്രം അകത്തേക്ക് വിടുകയും ബാക്കിയുള്ളതിനെ ചിലപ്പം ജസ്റ്റ് നമ്മളൊന്ന് കണ്ട് അതങ്ങ് മാറും. അതല്ലെങ്കിൽ അപൂർവം ചിലപ്പം നമ്മുടെ മനസ്സിലൊന്ന് തങ്ങും, പിന്നെ അതങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുക. പക്ഷേ നമ്മൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റവും ബ്രെയിനും ഒക്കെ വിചാരിക്കും, ഈ ആൾക്ക് ഈ സാധനം വേണ്ടതുണ്ട്, അപ്പൊ ഇത് നമ്മൾ ഫിൽറ്റർ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല, ഇതിനെ നമുക്ക് കടത്തി വിട്ടുകൊടുക്കാം എന്ന് വിചാരിച്ച് കാണുന്നതെല്ലാം എടുത്ത് ഫിൽറ്റർ ചെയ്ത് ഇങ്ങനെ വിട്ടുകൊടുക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട കാറാണെങ്കിലും ഇഷ്ടപ്പെട്ട കളറാണെങ്കിലും ഇതിങ്ങനെ ഒരു സെലക്റ്റീവ് അറ്റൻഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ RAS നമ്മൾ അറിയാതെ നമ്മൾ അവരോട് ഒരു ഒരു തിരച്ചിൽ നിർദ്ദേശം കൊടുക്കും. അപ്പോ ഇത് ഇയാൾക്ക് വേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യം RAS വരികയും അത് ഇനി ഫിൽറ്റർ ചെയ്ത് കളയേണ്ടതില്ല, ഇത് പ്രയോറിറ്റി ഉള്ള സാധനമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇങ്ങനെ വിട്ടുതരികയും ചെയ്യും. അപ്പോ ഇത് കൃത്യമായി നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിച്ചു തരുന്ന ആളാണ് RAS. അപ്പൊ ഇവിടെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതിനെയാണ് ഇത് ഫിൽറ്റർ ചെയ്ത് തരിക. അപ്പോ ചിലപ്പോ ഇത് ശാപമായിട്ടും വരാം. അനുഗ്രഹവുമാണ് RAS നമ്മൾക്ക് ചെയ്തു തരുന്നത്. ചില സന്ദർഭങ്ങളിൽ ഇത്, അതായത് നമ്മൾ പറയാറില്ലേ, നല്ലത് ചിന്തിച്ചാൽ നല്ലത് വരും, മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ മോശമാണ് സംഭവിക്കുക എന്ന് പറയില്ലേ. അത് ഒരു കണക്കിന് നോക്കിയാൽ നമ്മുടെ ഈ സിസ്റ്റം ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യം നമ്മൾ മറന്നു പോവില്ലല്ലോ. അതേസമയം നമ്മൾ മനസ്സിലേക്ക് അത് ഓർത്ത് വെക്കാതെ ഇരുന്നാൽ പെട്ടെന്ന് അതങ്ങനെ മറന്നു പോവുകയും ചെയ്യും. അപ്പോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾക്ക് ചുറ്റും നടക്കുന്നതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും. നെഗറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലോ
ഈ RAS എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് നടക്കുന്ന കാര്യങ്ങളെ മാത്രം ഫിൽറ്റർ ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് വിട്ടുതരികയും ചെയ്യും. അപ്പോ നമ്മൾ കൂടുതൽ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുകയും പോസിറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുന്നിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരും എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോ എപ്പോഴും RASന് എന്ത് കമന്റുകൾ മാത്രമേ നൽകാവുള്ളൂ? പോസിറ്റീവായിട്ടുള്ള കമന്റുകൾ മാത്രം നൽകുക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരെണ്ണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൈഗാണിക് എഫക്റ്റ് എന്ന് പറയും. അതായത് നമ്മള് ചെയ്ത് തീർത്ത കാര്യങ്ങളെക്കാൾ നമ്മൾ പകുതിക്ക് വെച്ച് അതല്ലെങ്കിൽ പൂർത്തിയാകാതെ വെക്കുന്ന കാര്യങ്ങളാണ് മനസ്സെപ്പോഴും ഓർത്തു വെക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് കംപ്ലീറ്റ് ആകാത്ത ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഒരു സൈക്കിക് ടെൻഷൻ നിലനിർത്തും. ഇത് കാരണം നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കും. അപ്പൊ അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിങ്ങനെ പിടയ്ക്കും എന്നാണ് പറയുന്നത്. അപ്പോ പക്ഷെ ഇത് പൂർത്തിയായി കഴിയുമ്പോൾ പിന്നെ ആ ടെൻഷൻ അങ്ങ് റിലീസ് ചെയ്യപ്പെടുകയും നമ്മൾ ചിലപ്പോൾ അത് മറക്കാനൊക്കെ. ഇത് കൂടുതലായിട്ട് വരുന്നത് എപ്പോഴാന്ന് പറയാം. നമ്മൾ ഒരു നോവല് വായിച്ച് പകുതി എത്തിയെന്ന് വെക്കുക. പിന്നീട് മറ്റു ജോലികളിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് ആ നോവലിന്റെ ബാക്കി എന്തായി എന്നുള്ള ഒരു തോട്ടായിരിക്കും എപ്പോഴും വരിക. പിന്നെ അതുപോലെ തന്നെ ഈ വെബ് സീരീസ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ പൊതുവെ സ്ത്രീകള് സീരിയലൊക്കെ കാണുന്ന, പൊതുവേ അല്ല ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ സ്ത്രീകള്. അപ്പൊ പൊതുവെ ഇത് സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കാറുണ്ടല്ലേ. അത് അവരെന്തേ ചെയ്യാന്നറിയോ? ഈ കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്കും ഒക്കെ ഒരു എന്താണ് ഒരു ഇങ്ങനെ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു ആവേശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് ഏറ്റവും അതിന്റെ ഉദ്യോഗജനകമായ മുഹൂർത്തത്തിൽ കൊണ്ടുപോയിട്ടായിരിക്കുമല്ലോ സീരിയൽസ് ഒക്കെ എൻഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത എപ്പിസോഡ് നമ്മൾ മുടങ്ങാതെ കാണണം എന്നുള്ളത്. ഇതിന് ക്ലിഫ് ഹാങ്ങർ എന്നാണ് പറയുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് അവരങ്ങ് നിർത്തും അല്ലെ. എന്താണ് അമ്മായിയമ്മ നായികയ്ക്ക് വിഷം കൊടുത്തോ എന്നുള്ള കൊടുക്കാൻ പോകുന്ന ആ മൊമെന്റിൽ കൊണ്ടുവന്നിട്ട് സംവിധായകൻ കട്ട് പറയും. സത്യത്തില് സംവിധായകൻ കട്ട് പറയുന്നത് ഈ നമ്മൾ സീരിയൽ കാണുന്ന ആളുകളുടെ മനസ്സിലാണ്. അപ്പോ ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ അത് കാണുന്നത് വരെ ടെൻഷനാണ്. ചില എപ്പിസോഡ്സ് ഒക്കെ അവസാനിച്ച പിന്നെ അടുത്ത ആഴ്ചയേ ഉണ്ടാവുള്ളൂ. അതുവരെ നമ്മൾ അത് ആലോചിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അയ്യോ അതെന്തെയ്യോ അത് ഇന്ന് നമ്മൾ ചർച്ചയിൽ പോലും അതായിരിക്കും വരുന്നത്. ഇതെന്താവോ എന്താവോ എന്താവോ എന്ന്. അപ്പോ ഇത് ശരിക്കും 1920s ഒരു സോവിയറ്റ് സൈക്കോളജിസ്റ്റ് ആയ ബ്ലൂമ സൈഗാണിക് ആണ് ആദ്യമായിട്ട് ഇത് അവതരിപ്പിച്ചത്. അവരുടെ ചില എക്സ്പീരിയൻസിലൂടെ അവര് പിന്നെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടാണ് ഇത് പ്രൂവ് ചെയ്തത്. അപ്പൊ ഇത് ബ്രെയിൻ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങും കോഗ്നിറ്റീവ് സൈക്കോളജിയും ഒക്കെയാണ് ഇതിന്റെ അടിസ്ഥാനമെന്നാണ് പറയുന്നത്. ഒരു ജോലി ആരംഭിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു മെന്റൽ ടെൻഷൻ ഉണ്ടാവുകയും ഈ ടെൻഷൻ ജോലിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ സജീവമായിട്ട് ഇങ്ങനെ നിലനിർത്തുകയും ചെയ്യുന്നു. ഇത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് ഇതിനെ സഹായിക്കുന്നത്, ഇങ്ങനെ ഓർത്തു വെക്കുന്നതിനൊക്കെ. ഇത് നമ്മൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും പ്രോക്രാസ്റ്റിനേഷനൊക്കെ മാറ്റാനും ഒക്കെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പഠിക്കുന്ന കുട്ടികള് ദീർഘനേരം ഇങ്ങനെ ഒരേ ഇരിപ്പിലിരുന്ന് പഠിക്കുന്നതിന് പകരം ചെറിയ ചെറിയ ബ്രേക്ക് എടുത്തിട്ട് പഠിച്ചാല് ഈ വിവരങ്ങള് മനസ്സിൽ തങ്ങി നിൽക്കും എന്നാണ് സൈഗാണിക് പറയുന്നത്. അപ്പോൾ പൂർത്തിയാകാത്ത കാര്യങ്ങളെ തീർപ്പാക്കാത്ത കടമ്പകളായിട്ട് കണ്ട് അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് നടക്കുന്നതാണ് സൈഗാണിക് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനിവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറയാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും കൗതുകങ്ങളോ അതല്ലെങ്കിൽ മനസ്സിന്റെ മായക്കാഴ്ചകളോ മാത്രമല്ല,
മനസ്സിനെയും ബ്രെയിനെയും ഒക്കെ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമ്മൾക്ക് ഒരു തിരിച്ചറിവ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോ മനസ്സിനെ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കിയാല് നമ്മുടെ ജീവിതവും മനോഹരമാകും എന്ന് പിടികിട്ടിയില്ലേ? അപ്പോ മാർക്കറ്റിങ്ങിന്റെ കെണികളിൽ വീഴാതെ, അനാവശ്യമായിട്ടുള്ള ആകുലതകളിൽ പെട്ടുപോകാതെ, നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മുക്തി നേടാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനുമൊക്കെ ഈ സെഷൻ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പൊ ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പോ ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞോളൂ. അപ്പൊ ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ, വീണ്ടും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതും നിങ്ങളും ഒക്കെ ആയിട്ട് പങ്കുവയ്ക്കാൻ പറ്റിയതിലും ഒക്കെ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫജറുന്നീസ മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു സെഷൻ കേട്ടോ. മാം പറഞ്ഞതെല്ലാം റിലേറ്റ് ചെയ്യുന്നതാണ്. ദേജാവ് പണ്ടേ കേട്ടിട്ടുള്ളതാണ്, ബാക്കിയെല്ലാം പുതിയ ഈ ഇടയ്ക്ക് വെച്ച് പേരുകളെല്ലാം ദേജാവു പുതിയതാണ്. ഭയങ്കര ഒരു ഇതായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പോഴാണ് ഞാനിത് എടുത്ത് ഒരു നോക്കാന്ന് സിനിമയുണ്ട് ദേജാവ് എന്ന് പറയുന്നത്. അതുപോലെ ഉറക്കത്തില് പെട്ടെന്ന് ഈ കുഴിയിൽ പോയി വീഴുന്നത്, എണീക്കാൻ പറ്റാൻ വയ്യാതാവുന്നത്, ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഗതികളാണ്. വളരെ മനോഹരമായിട്ട് തന്നെ മാം അത് പ്രസന്റ് ചെയ്തു. ഒരു റിക്വസ്റ്റ് ഉണ്ട്, മാം എടുത്ത ടേമുകളൊക്കെ ഒന്ന് പറയാമോ ഒന്നും കൂടെ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാലും. പറഞ്ഞാൽ മതി. ദേജാവു വൈസ് ജമൈവു, അത് രണ്ടും ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നീട് ഹിപ്നോ പോംബിക്കും ഹിപ്നോ ഗോജിക്കും, അത് സ്ലീപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് 3 മിയർ എക്സ്പോഷർ ഇഫക്റ്റ്, സൈഗാണിക് ഇഫക്റ്റ്, ബാഡർ മെയിൻ ഹോഫ് അഥവാ ഫ്രീക്വൻസി ഇല്യൂഷൻ. ഞാൻ ഗ്രൂപ്പിലിടാം. അതിന്റെ സ്പെല്ലിങ്ങും കുറച്ച് വ്യത്യസ്തമാണ്, പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയും വ്യത്യസ്തമാണ്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു. ഇതൊക്കെ ഈ വാക്കുകളൊക്കെ ഞങ്ങൾക്ക് പുതിയതാണ്, കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ചിലതെല്ലാം കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഉറക്കത്തിൽ അങ്ങനെ എനിക്കും സംഭവിക്കാറുണ്ട്. നമ്മള് നല്ല ഉറക്കത്തില് ഏതോ ഒരു അഗാധ ഗർത്തത്തിലേക്ക് വീണുപോയി എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ടിരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. പക്ഷെ മാമിന്റെ ക്ലാസ് പല പ്രാവശ്യം കേട്ടതിന് ശേഷം ഇതിന് ശരിക്കും മനസ്സിലാവുള്ളൂ. ഇനിയും ഈ റെക്കോർഡ് എനിക്ക് പല പ്രാവശ്യം കേൾക്കണമെന്നുണ്ട്. അതുകാരണം എനിക്കിപ്പോഴൊന്നും പറയാൻ പറ്റുന്നില്ല. അതെ, ഈ വേഴ്സ് ഒക്കെ പുതിയതായത് കാരണം ബൈഹാർട്ട് ആക്കാനും അങ്ങ് പറ്റുന്നില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രായം കൊണ്ടായിരിക്കാം. പക്ഷെ ഇത് പല പ്രാവശ്യം കേട്ട് അത് മനസ്സിലാക്കി. അല്ല മാം, എങ്കിലും അത് പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ അത് എന്തെങ്കിലും കുറച്ചെങ്കിലും മനസ്സിലാവും, അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി അറിവ് പകർന്നു തന്ന ഈ ക്ലാസ് ഏറ്റവും നല്ലതാണ്. മാമിന് വളരെ വളരെ അഭിനന്ദനങ്ങള്. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് ഫജറുന്നീസ മാം. ഗുഡ് മോർണിംഗ് മാം. അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടാ. ഞാൻ സാർ പറഞ്ഞ മാത്രം കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ബാക്കിയുള്ളത് എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പല തോന്നിയിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പുതിയ സാധനം പുതിയ സ്ഥലത്ത് കാണുമ്പോൾ ഇത് മുമ്പ് കണ്ട പോലെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടാ. പിന്നെ സ്ഥിരമായിട്ടൊന്നും ഇല്ല. അതെ സ്ഥിരമായിട്ടുണ്ടാവാൻ പാടില്ല കേട്ടോ, അത് പെർസെപ്ഷൻ അബ്നോർമാലിറ്റിയിലേക്ക് പോകും. എനിക്ക് ഉണ്ട് ഇടയ്ക്കൊക്കെ, അതാണ് നമ്മളെ ഡെയിലി എക്സ്പീരിയൻസിൽ ഇത് ഉണ്ടാകാറുണ്ട്. ഒരു തവണയെങ്കിലും ഒരാളുടെ ആയുസ്സിൽ ഉണ്ടാകും ഇതൊക്കെ. അതെ മാം, ഈ വേർഡ്സുകളൊക്കെ എങ്ങനെ കാണാണ്ട് പഠിച്ചു. അത് ഈ പിന്നെ ഇത് പെർസെപ്ഷൻ അബ്നോർമാലിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത് രണ്ടും. പക്ഷെ അതിന് ഡേജാവുമായിട്ട് കണക്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഹിപ്നോ പോംബിക്കും ഇതേപോലെ പിന്നെ ഗോജിക്കും സൈക്കോളജിയിൽ ഈ അടുത്ത കാലത്ത് ഞാനൊരു ക്ലാസ്സിൽ കേട്ടതാണ്. അപ്പോഴും തന്നെ അതിങ്ങനെ എടുത്തു വെച്ചു. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്തു എന്നേ ഉള്ളൂ. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും.
ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു മിക്ക എല്ലാവർക്കും ഇത് പുതിയതായിരിക്കും ഈ ടേംസ് എല്ലാം. എല്ലാവർക്കും ഇത് പുതിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത്. കാരണം ഇത് ഫെമിലിയർ ആവണമല്ലോ. അതെ അതെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. ഒരുപാട് പറയേണ്ടത് അങ്ങോട്ടാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും 400 നമ്മളൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് മിസ് ആവുമല്ലോ. ഇത് ഇങ്ങനെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇതിന്റെ പിന്നിലെ എഫേർട്ട് ഒരുപാടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഹാറ്റ്സ് ഓഫ് യു. ഒരു ബിഗ് സല്യൂട്ട് ആണ് സജിന മാമിന്. താങ്ക് യു മാം. Excellent morning, madam. താങ്ക് യു. നല്ല ഡീപ്പ് നോളജ്, ഡിഫറെന്റ് നോളജ്, റിസർച്ച് നോളജ് അങ്ങനെയൊക്കെ ആയി തോന്നി. ചിലപ്പോഴൊക്കെ ചിലരൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ലോകോത്തര യൂണിവേഴ്സിറ്റിയിലാണോ നമ്മളിങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ തോന്നിപ്പോകാറുണ്ട്. ഇങ്ങനെയുള്ള റിസർച്ച് നോളജ് പോലെയുള്ള സംഭവങ്ങൾ. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാനും അങ്ങനെ സ്റ്റഡി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പം വളരെ വളരെ സന്തോഷം. അപ്പോൾ ഒരു മോർണിംഗിൽ അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടുന്നത് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ അവസാനം മാഡത്തിന്റെ എന്താ പറയണ്ടത്, ജീവിതം ഒരാളുടെ ജീവിതം മനോഹരമാകട്ടെ എന്ന ആശംസയും വളരെ നല്ല എന്താണ് ഹാർട്ട്ലി ടച്ചായി, മൈൻഡ് ടച്ച്ഫുൾ. ഓക്കെ, മെനി താങ്ക്സ്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് സർ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. പകുതിയും പലതും പുതിയതായിട്ട് കേട്ടു. പിന്നെ വാക്കുകളെല്ലാം വളരെ ഇച്ചിരി കട്ടികരമായ വാക്കുകളാണ്. പാമ്പിനെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് വളരെ ഉപകാരമായിരിക്കും. ഓക്കെ താങ്ക് യു. താങ്ക് യു സർ. നമ്മള് എന്താണ് ഒരുപാട് അറിയും എന്ന് നമ്മൾ വിചാരിച്ചാലും നമ്മൾക്ക് തന്നെ തോന്നി ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ എത്രയോ ഇതിനെക്കുറിച്ച് ഇനിയിപ്പോ റിസർച്ച് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഇനിയും കിട്ടുമായിരിക്കും. ഞാൻ ആ മിയർ എക്സ്പോഷർ എഫക്റ്റ് ഒക്കെ ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ കുറേ ഇതുകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ആ ഫെമിലിയാരിറ്റി പ്രിൻസിപ്പിളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഓരോ കാര്യവും എങ്ങനെയാണ് നമ്മൾക്ക് ഫെമിലിയർ ആകുന്നത്, അത് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും അങ്ങനെ റിസർച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അതങ്ങനെ ഇഷ്ടംപോലെ റിസർച്ച് ചെയ്യാനുണ്ട് ഓരോ കാര്യവും. സമയം ഒരുപാട് വൈകിയും തോന്നുന്നു. മതിയാക്കിയാലോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. എന്തായാലും വളരെ സന്തോഷമുണ്ട് പുതിയ കാര്യങ്ങൾ ഇന്ന് കേൾക്കാനും പഠിക്കാനും പറ്റി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും. മാഡം വേറൊരു സെക്ഷൻ ആയിട്ട് വരൂലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഹാപ്പി മോർണിംഗ്. Same to you. Happy. Thank you. Have a nice day. Thank you. Thank you all. Thank you, Reshma.